ഹായ് സുരേഷ്. അറിയില്ല, കൊടുക്കാം. ഡോക്ടർ സുരേഷ, അലക്സിന്റെ നമ്പർ കിട്ടുന്നില്ലെന്ന്. ഗുഡ് മോർണിംഗ്. ഷോ ഞാൻ വരാം. കുറച്ച് ദിവസമായല്ലോ ഡോക്ടർ സുരേഷുമായി എന്തോ ഒരു ചുറ്റിക്കളി. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യുന്നു, ഫോൺ കോൾസ് വരുന്നു. ഒന്നുമില്ല. നോ, ഒന്നുമില്ലടോ. ഉണ്ട്. ശരി, നിന്നോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കാര്യം, ഇത്തവണ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് ബയോപ്സി ചെയ്യാൻ ഡോക്ടർ സുരേഷ് പറഞ്ഞു. നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് നിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. അതാ ഡോക്ടർ സുരേഷ് വിളിച്ചു. ബയോപ്സി? ഇതാണോ അലക്സി ചെറിയ കാര്യം? പിന്നല്ലാതെ, റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലല്ലേ അതൊരു വലിയ കാര്യമാവുള്ളൂ. എന്റെ മീര, ബയോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ക്യാൻസർ എന്ന് ആദ്യം ചിന്തിക്കല്ലേ. സെഞ്ചൂട് പുണ്യാളം മേള് ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങോരുടെ ടേബിളിലല്ലേ ഈ റിപ്പോർട്ട് ആദ്യം വരിക. പ്രശ്നം വല്ലത് കണ്ട അത് കറക്റ്റ് ചെയ്തേ താഴേക്ക് വിടൂ. പേടിച്ച് ഞാൻ ചത്തുപോകും മനുഷ്യ. ചുമ്മാ ഇരി. ഒന്ന് എഴുന്നേറ്റ് റെഡിയാവ്. നമുക്ക് ഒരുമിച്ച് പോയ റിപ്പോർട്ടിങ് മേടിച്ചിട്ട് വരാം. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ എനിക്ക് എന്ത് തരും? അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേ. അലക്സി, ഞാനില്ല, ഞാൻ അങ്ങോട്ടില്ല. ഓക്കെ. വണ്ടി തിരിച്ചിട്ടേക്കണേ. ശരി സർ. ഇമ്രാൻ ഖാൻ, ജോൺസ, ഇതിൽ ബിനേഷ് കൊടിയേരിയുടെ പടം എവിടെ വെക്കണം? ശരി ഗുരുവേ, നൈജാമലയാക്കും. ഈ പടം വരയ്ക്ക് സ്വാമി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ നരകത്തിൽ. ഇയാളുടെ നരകപടങ്ങളുടെ എക്സിബിഷനാണ് നാളെ ദർബാർ ഹാളില്. ജോൺസൺ റിപ്പീറ്റ്. നേരം പോലെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. ഹിന്ദുവിലെ മറ്റൊരു കയറി ഗുണം ചെയ്യും. പത്രത്തിൽ നിരൂപിച്ചുകൊണ്ടൊന്നും പടം വിറ്റുപോവില്ല സ്വാമി. അതിന് പിമ്പുകളെ കണ്ടെത്തി കമ്മീഷൻ കൊടുക്കണം. ജോൺസ, ഓരോന്നും കൂടെ ഞങ്ങളങ്ങ് പോകും, അതും കൂടെ വിഴുങ്ങിയിട്ട്. ഇവിടെ പെഗിന് 200 രൂപ ചാർജ് ചെയ്യുന്ന ഈ എത്തനിക് ബാറിൽ വന്ന് അടിക്കാൻ എന്താ വരായിക? കാശ് ആര് കൊടുക്കുന്നു? ഇത് രഘുവേട്ടനെ പറ്റില്ലല്ലേ? വെരി ഗുഡ്. എരന്ന് തന്നെ കുടിക്കണം, എന്നാലേ അനാർക്കിത്തം പൂർണ്ണമാവും. സമീറിന്റേതൊരു ഇടങ്ങേറ് പിടിച്ച പോക്ക. ഇന്നാളൊന്ന് ചോര ഛർദിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതാ. നിർത്തണം കുറഞ്ഞത് ഒരു 6 മാസത്തേക്കുന്ന ഡോക്ടർമാര്. സാറ് പറഞ്ഞാല് ഞാൻ ഉപദേശിച്ച് നന്നായിട്ട് വേണ്ടേ കരക്കാരെ നന്നാക്കാൻ. അവൻ മടുക്കപ്പഴ കുടിക്കട്ടെ, എന്നിട്ട് അവന് തോന്നുകയാണെങ്കിൽ നിർത്തട്ടെ. ഇങ്ങനെ പോയാൽ അതിനൊന്നും ആള് കാണൂല. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ലിവർ സിറോസിസ് വന്ന് മരിച്ച നാടാണിത്. രഘുനന്ദൻ. രഘു, ഞാനാ. ടെൽ മീ. എവിടെയാ? കള്ളുഷാപ്പിൽ പറ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ. അലക്സിക്ക്. അയ്യോ, അവനെന്ത് പറ്റി? ലിവർ സിറോസിസ് അടിച്ചോ? ഇന്നെന്താ എല്ലാരും വെള്ളം അടിച്ച് ചാവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അവൻ അങ്ങനെ വലിയ അടിയൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാ നീ പറയേണ്ടത് പറ. അവനെന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഹലോ ഹലോ ജോൺസാ. ജോൺസൺ, ഹലോ. പോം. എന്തായി അലക്സി? Come on, Alexi, tell me. മീര, ഒന്നുമില്ലടോ. സെവൻ 7:30 ആവുമ്പോഴേക്കും ഇങ്ങ് പോര്. ഡ്രസ് കോഡോ എന്റെ ഒച്ച നീ എന്തെങ്കിലും ചുറ്റിഞ്ഞു വാ. ബൈ. സോറി, ലക്ഷ്മി ആയിരുന്നു. തന്റെ പെണ്ണുമ്പിള്ളക്ക് എന്ത് പറ്റിയെന്ന്? ശരി, താമുങ്ങില്ലല്ലോ. 8 മുമ്പ് എത്തിയേക്കണേ. ബൈ. പോക്ക് വിന്താലു, ഗ്രിൽ ചിക്കൻ,
और जो आपको अच्छा लगे वो बनाओ. ठीक है. ചേച്ചിയെ ഇത് എന്നാത്തിനുള്ള ഭാവമാ? ഒരു ബയോപ്സി റിപ്പോർട്ടിന്റെ പേരിൽ വലിയ കോലാഹലമാണല്ലോ. ബർത്ത്ഡേ, ആനിവേഴ്സറി, അതിനേക്കാളൊക്കെ മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് ലൈഫ് തിരിച്ചു കിട്ടുമ്പോ. അതല്ലേ നല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കേണ്ടത്. ഓ അതിനിപ്പോ കുഴപ്പമാണ് കണ്ടെന്ന് വെച്ചാലും ഇതൊക്കെ ഇക്കാലത്ത് ഈസിലി ക്യൂറബിളാ. ചുമ്മാതിരി. ക്യൂറബിൾ. രഘുനന്ദൻ സാറിനെ വിളിക്കണ്ടേ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ തെറി നിനക്കായിരിക്കും. വന്നാലും ആരെങ്കിലും തെറി വിളിച്ച് അലമ്പാക്കിയേ പോവൂ. അതിനുള്ള ചാൻസ് നൂലെ കെട്ടി ഇറക്കും ആരെങ്കിലും. വിളിച്ചേക്കാം. ഓക്കെ. ഫസ്റ്റ് ട്രൈ. സീ യു സൂൺ. പോലീസാ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. Alex. Yes, Supriya. Long live Alex. Cheers. Oh yeah, right. Yeah, I saw the lighting special. Second line. യോഗ പഠിപ്പിക്കുകയാണോ? ഓ, എത്തിയോ? Yeah, what's that about? Welcome home. ഓ, Hi. കൺഗ്രാറ്റ്സ് അലക്സി. Thank you. ഇനി 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണും ഒരു ആരോഗ്യവാനായി ജീവിക്കും. ശതാഭിഷിക്തൻ അങ്ങനെയാണ് പറയുക. Thanks, dude. എനിവേ, ഒരുത്തിന് രോഗമില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ആദ്യമായി നടത്തുന്ന പാർട്ടിയിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. ഗുഡ് ഗുഡ്. എല്ലാം ഇവളുടെ ഇടപാടാ. ഞാനതിൽ കക്ഷിയല്ല സാറേ. ഇതൊക്കെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ മീരയുടെ കൂടെയാ. അലക്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയ ടൈമിൽ കാറിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. ഓ, എനിക്കേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. ഒരാശ്വാസത്തിനായി ഈ സാറിനെ ഒന്ന് വിളിച്ചത്. ഓ. ഏതോ ഒരു ബാറിൽ ഏതോ ഒരു ബാറല്ല, കോശീസ്. എവിടെയായാലും അവിടെ ഇരുന്ന് കള്ളു കുടിച്ച് കണകുണാന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്ക് വന്ന കളി. എടീ, Leave it, Rakhu. You drink? അയ്യോ ഞാൻ കഴിക്കില്ല. മദ്യപിച്ച് കാർ ഓടിച്ചാൽ പോലീസ് പിടിക്കും. ഗുഡ്. എല്ലാവർക്കും ഇങ്ങനെ തോന്നിയാൽ ഞങ്ങൾ പോലീസിന് പണി കുറയും. അതെ അതെ, നമ്മുടെ ഈ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അതാണല്ലോ. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക. എന്താ നമ്മുടെ നഗരങ്ങളിലെ രാത്രി കാഴ്ച? മദ്യപിച്ച് കാർ ഓടിച്ച് ആളുകളുടെ നെഞ്ചത്ത് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറ്റുന്നു, മദ്യപിച്ച് കാർ ഓടിച്ച് അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കും മാഡം. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനല്ല, അത് ഞങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? ജീവൻ രക്ഷയാ? ഇതെന്തോന്ന് LIC പോളിസിയാ? അധികാര ദുർവിനിയോഗം എന്ന് പറയും മലയാളത്തില്. പവർ കറപ്ഷൻ. ഇരുട്ട് വഴികളിൽ ഒളിച്ചു നിൽക്കും പിടിച്ചു പറിക്കാൻ വഴിയാത്രക്കാരന്റെ മടിശീല കൊള്ള ചെയ്യാൻ. രഘു, please. You shut up. ആ പറഞ്ഞ പിടിച്ചുപറിക്കാരൻ അവനൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ല. അവൻ ആരോടും മുൻ വൈരാഗ്യവുമില്ല. കെണിയിൽ വീണ ഇരയെ നോക്കി പല്ലിളിച്ച് വൃത്തികെട്ട ഈഗോ കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അതാണ്. അന്നത്തെ ആ ഇൻസിഡന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ വേണമെന്ന് കരുതി അതിന് ചെയ്തതാണ്. സർക്കാർ മുദ്രയുള്ള കുപ്പായത്തിന്റെ ബലത്തിനെ ആശ്രയിക്കുന്നത്. അതാണ് ചെറ്റത്തരം. ശ്രീമതി സുപ്രിയ രാഘവൻ. നിങ്ങൾ അന്ന് എനിക്ക് ക്ലാസ് തന്നല്ലോ, പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമായി എങ്ങനെ ചോദ്യങ്ങൾ നിലകൊള്ളണം. ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടെ ആവരുത്. അത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന തോന്നലാണ്. അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള അപകർഷത. സ്ത്രീ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ഷോവനിസ്റ്റ്. ഓ എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. മന്ദബുദ്ധികൾ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത്തരം ആളുകളുമായിട്ട് സഹവാസം കാണൂ. എനിക്ക് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൺ പെൺ വ്യത്യാസമില്ല. അവർ ഇന്റലിജന്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് മനുഷ്യനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ. Rakhu, വാ. ഒരെണ്ണം കഴിച്ചു റിലാക്സ് ആവും. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. സോറി സുപ്രിയ, നീ വാ. അല്ല, പോലീസ് സാമാൻ എത്ര വേണേലും കുടിക്കാം. കുടിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ കൊണ്ട് കിടത്താൻ സർക്കാർ വാഹനവും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും ഉണ്ടല്ലോ. കഴിക്കാൻ എത്രയും കഴിച്ചിട്ട് ഞാൻ പോവും. ഇയാളുടെ പോലീസിനോട് വഴി കാത്തിരിക്കാൻ പറ. എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ താനത് തീർത്തു തരും. എടോ, താനത് തീർത്തു തരുമെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്കറി ഉണ്ടാക്കാൻ വരല്ലേ? ഞണ്ണാനുള്ള ഞണ്ണിയച്ചങ്ങ് പോണം. ചുമ്മാ ആള് കളിക്കാൻ വരല്ലേ? Just another evening. Hari, relax. ഓക്കെ. വാ. ഒന്നുമില്ല. Don't worry. It's not him. It's the spirit inside. Good morning. മോർണിംഗ്. ഇയാളെപ്പോ വന്നു? Just now.
ബ്ലാക്ക് കോഫി വിത്ത് കോണിയാക്ക്. വാട്ട് എ വേ ടു സ്റ്റാർട്ട് എ ഡേ. യോഗം. ഇന്നലെ പതിവ് പോലെ ഞാൻ ബോറാക്കിയല്ലേ? ഇപ്പൊ അത് റുട്ടീനായില്ലേ? രഘുള്ള ദിവസങ്ങളില് അതാ അതിന്റെ ഒരു ചെയ്യല്. ഒന്ന് അലമ്പി തീരണം. അതൊന്നും ഇന്റൻഷൻ അല്ല ലക്ഷ്മി. ആ SP പെങ്കൊച്ചിനെ കണ്ടപ്പോ അവക്ക് വേണ്ടി ഒരു നീക്ക് തെറി ഞാൻ വെച്ചിരുന്നതാ. ഛേ കള. അവളൊരു നല്ല ഫ്രണ്ടാ. കൂടുതൽ അടുത്തറിയുമ്പോ രഘുവിനത് മനസ്സിലാവും. എനിവേ സ്പോയിൽ ദ പാർട്ടി. ആ രോഗത്തിന്റെ ത്രെട്ടിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിന്റെ മീരയൊക്കെ ആ സെലിബ്രേഷനിൽ കുളം തോണ്ടി ഞാൻ ആ പാർട്ടി. പാർട്ടി അത് കുഴപ്പമൊന്നുമില്ലെന്നേ. അതൊരു ഫേക്ക് പാർട്ടി ആയിരുന്നു ശരിക്കും. ഫേക്ക്? അതെ, അത് ചുമ്മാ ഞാനും ഡോക്ടർ സുരേഷും ചേർന്ന് ഉണ്ടാക്കിയതാ മീരയ്ക്ക് വേണ്ടി. ഒരു സ്ട്രെസ് റിലീഫ്. മീരയ്ക്ക് അത് വേണമായിരുന്നു. സംഗതി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പം കാണുന്നുണ്ട് രഘു. സംഭവം ക്യാൻസറസ്. പക്ഷേ 99% ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. സത്യാവസ്ഥ അറിഞ്ഞപ്പോ US-ലുള്ള ചേട്ടനെയും ചേട്ടത്തിയാരെ ഞാൻ വിളിച്ചിരുന്നു. രണ്ടും ഓങ്കോളജി പാർട്ടീസാ. റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇനി കയറി പോര്, അടുത്ത വണ്ടിക്കുന്ന അവര്. പോവാൻ തന്നെ എന്റെ തീരുമാനം. അവിടെ എവിടെയെങ്കിലും പോയി കിടന്നാ ഇവിടെ ഈ ആശുപത്രിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേറ്റീവ്സിന്റെ 50 പെരുന്നാൾ ഷോസ് അയക്കണ്ടല്ലോ. നീ എന്തിനാ മീരെ നീ ഇൻഫർമേഷൻ മറച്ചു വെക്കുന്നത്? അവൾ അറിയണ്ടേ ഇത്? വേണം, അറിയണം. പക്ഷെ പതിയെ മതിയെന്നേ. ഞാൻ ഈ കാലത്ത് വന്ന് കയറിയത് രഘുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ. എനിക്കൊരു പേടിയില്ല രോഗത്തിന്റെ കാര്യത്തില്. 99% സർവൈവ് ചെയ്യുന്ന ഉറപ്പില്ല ഞാൻ. പക്ഷെ 1% ആ പേടിയുടെ പേര് പറയുക ഞാൻ വഴിയായ മീരേ സണ്ണി മാത്രമാവും. മറ്റൊരാൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കുറെ നാൾ കഴിഞ്ഞെങ്കിലും വരാം. പക്ഷെ അത് താനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല രഘു. മീരയ്ക്കത് കഴിയുന്നു തോന്നുന്നില്ല. ഇനി തോന്നിയാൽ ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി അവൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാലും സണ്ണി അവനൊരു അപ്പം വേണ്ടിടും. അവന്റെ അപ്പനാവാൻ കഴിയോ മറ്റൊരാൾക്ക്? അത് ആരായിരുന്നാലും അയാൾക്ക് താനോ ഞാനോ ആവാൻ കഴിയില്ല. മിണ്ടാനും കേൾക്കാനും വയ്യാത്ത ആ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം രഘു. അത് ഓർമ്മിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ഈ ധൃതിക്കിടയിൽ അവന്റെ മുഖമൊന്ന് ഓർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവന് വേണ്ടി ഞാൻ പറയുന്നുവെന്നേ കരുതാവൂ. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്.